നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 3-ാം തീയതി, 1201 ആണ്ട്, വൃശ്ചിക മാസം 17-ാം തീയതി, ബുധനാഴ്ച. നല്ല ദിവസമാണ് ബുധനാഴ്ച. അപ്പോൾ പ്രവൃത്തികാരകനാണ് ബുധൻ. പക്ഷേ ഇന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ആഴ്ച നല്ല ആഴ്ച, പക്ഷെ നക്ഷത്രം നല്ലതല്ല. ഭരണി നക്ഷത്രം ശുഭനക്ഷത്രമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം കൊള്ളാമെങ്കിൽ പോലും നക്ഷത്രം അനുകൂലപ്രദമല്ലാത്തതുകൊണ്ട് ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതും സൂക്ഷിച്ചായിരിക്കണം. ഒരു 50-50 ഫലത്തെ തരുന്ന ദിവസമാണ്. അത്ര മോശമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാലും അത്ര ശുഭമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അതുകൊണ്ട് അത്ര കണ്ട് ശുഭകാര്യങ്ങൾ ചെയ്യാൻ അനുകൂലപ്രദമായ ദിവസം അല്ല, കാരണം നക്ഷത്രം അനുകൂലമല്ലാത്തതുകൊണ്ട്. ഇന്ന് നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, വൃശ്ചിക മാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ബുധനാണ് വന്നിരിക്കുന്നത്. ബുധൻ പ്രവൃത്തികാരകനാണ്. അപ്പോൾ പ്രവൃത്തിയിലൂടെ ഉയർച്ചയുണ്ടാവും. തൊഴിൽ പുരോഗതിയെ കൊടുക്കും, തൊഴിൽ ഉന്നതിയെ കൊടുക്കും. അപ്പോൾ പ്രവൃത്തികാരകനാണ് നമുക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾ ഉദ്യോഗ കയറ്റം കിട്ടും. രണ്ടുമല്ലാത്ത ആൾക്കാർ, അതായത് ബിസിനസ് ആദ്യ കാര്യങ്ങളിലോ മറ്റ് മേഖലയിലോ പ്രവർത്തിക്കുന്നവർക്ക് തത്തുല്യമായ അവസ്ഥയെ കൊടുക്കും. എന്തായാലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ മറ്റു കാര്യങ്ങൾക്കോ അനുകൂലപ്രദമാണ് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്. അപ്പോൾ അവർ അറച്ചു നിൽക്കരുത്. ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാലം കലണ്ടറിൽ 12 മണി തൊട്ട് 1:30 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12:14 രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 1:40 തീരുള്ളൂ. അപ്പോൾ രാഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് യാത്രയ്ക്ക് എടുക്കരുത്. ശുഭയാത്രയ്ക്ക് നല്ലതല്ല. അതുപോലെ ഒരു കാര്യത്തിനും അനുകൂലമല്ലാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. ഇപ്പോൾ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. ഇന്ന് ഗുളികൻ്റെ ബന്ധം പറഞ്ഞ സമയം 10:48 തൊട്ട് 12:14 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 7:57 തൊട്ട് 9:32 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക്, ഞാൻ പറഞ്ഞു, 50-50 ആയ ദിവസമാണ്. നമുക്ക് എന്നാലും എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. 12:50 തൊട്ട് 11:50 തൊട്ട് 12:38 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അഭിജിത്ത് മുഹൂർത്തം എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്ക് എടുക്കാം. ഇന്നും വസ്ത്രധാരണം നടത്തി ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും നമ്മൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ ശരിക്കും പച്ച കളറ് വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുക. പച്ച കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.